എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഉസോപ്പ് അവനങ്ങനെ ഗോയിൻമറി കപ്പലില് ഹായായിട്ട് കിടക്കുകയാണ്. അത്രയും വലിയ കപ്പലില് അവനിപ്പോ ഒറ്റയ്ക്കാണ്. കാരണം ലൂഫിയും ടീമും അവരാ കപ്പല് വിട്ട് പുറത്തേക്ക് പോയി. ഉസോപ്പിനെ കൊണ്ടാണെങ്കിൽ ഈ ഒറ്റപ്പെടല് അത് സഹിക്കാൻ കഴിയുന്നില്ല. അവർക്കും എന്റെ കൂടെ നിന്നൂടായിരുന്നു. ഈ ഒരു കപ്പല് റിപ്പയർ ചെയ്യാൻ അതിന് ലൂഫി സമ്മതിക്കായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാമായിരുന്നു. കട്ട് ചെയ്ത ഗേറ്റ് നമ്പർ 1 കാണിക്കും. അവിടെ എല്ലാവരും പരസ്പരം നോക്കി ഒരുപാട് ടെൻഷനിൽ ചോദിക്കും, ഇതാരാ ചെയ്തത്, ഇതിന്റെ ഉത്തരവാദി അതാരാണ്? അപ്പൊ അതിൽ ഒരുത്തം പറയും, ഒന്നുകിൽ ഇത് ഫ്രാങ്കി ടീം, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പൊ ഇവിടേക്ക് വന്ന ആ സ്ട്രോ ഹാറ്റ് പൈററ്റ്സിന്റെ പണിയായിരിക്കും. അത് കേട്ട് സാഞ്ചി അവനിപ്പോ അവരുടെ അടുത്തേക്ക് വരും. സാഞ്ചി ചോദിക്കും, ഇവിടെ എന്താ പ്രശ്നം, എന്താ ഉണ്ടായേ? പക്ഷെ അവരാണെങ്കിൽ ആരും സാഞ്ചിയുടെ ചോദ്യത്തിന് മറുപടി തരില്ല. സാഞ്ചി അത് കാര്യാക്കാതെ അവരിപ്പോ താമസിക്കുന്ന ഹോട്ടൽ റൂമിലേക്ക് അങ്ങനെ കയറി വരും. റൂമിലാണെങ്കിൽ ഒരു ശ്മശാന മൂകത. ലാസ്റ്റ് നൈറ്റ് നടന്ന ഫൈറ്റ് അതിപ്പോഴും ആരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഓരോരുത്തരും അതൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ സാഞ്ചി അവൻ നടന്ന് ചോപ്പറിന്റെ അടുത്തേക്ക് വരും. ഉടനെ ചോപ്പർ ചോദിക്കും, നീ ഈ വെളുപ്പാൻ കാലത്ത് എവിടെ പോയതാ? അതിന് സാഞ്ചി, ഞാൻ വെറുതെ റോബിനെ അന്വേഷിച്ച് ആ സിറ്റി മുഴുവൻ നടക്കുകയായിരുന്നു. പക്ഷെ അവളുടെ ഒരു വിവരം പോലും എനിക്ക് കിട്ടിയിട്ടില്ല. അഥവാ ഇൻ കേസ് അവൾ തിരികെ വരികയാണെങ്കിൽ പോലും നമ്മളെ അന്വേഷിച്ച് ആ കപ്പലിൽ പോവും. ലാസ്റ്റ് നൈറ്റ് നടന്ന കാര്യങ്ങളൊന്നും തന്നെ അവൾക്ക് അറിയില്ലല്ലോ. ഞാൻ അല്പസമയം കഴിഞ്ഞ് ഒന്നുകൂടെ ഇവിടെ മുഴുവൻ അരിച്ചു പെറുക്കി അന്വേഷിക്കാൻ പോവും. ഇത്തവണ ചോപ്പർ എനിക്ക് നിന്റെ സഹായം ആവശ്യമായിട്ട് വരും എന്ന് പറയുമ്പോഴായിരിക്കും നാമി അവൾ ഓടി വന്ന് ഡോർ തല്ലി തുറന്ന് ലൂഫിയോട് പറയും, ലൂഫി, ഇന്നലെ നമ്മുടെ കപ്പലില് ഫൈറ്റ് നടന്ന അതേ സമയം തന്നെ ഇവിടെയും ഒരു ഫൈറ്റ് നടന്നിരുന്നു. ആരാണെന്നറിയില്ല, ആരൊക്കെയോ ചേർന്ന് ഐസ്ബർഗിനെ ആളെ അറ്റാക്ക് ചെയ്തു. അത് കേട്ട് നമ്മുടെ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഷോക്കാവും. കാരണം ഐസ്ബർഗിന് ഭയങ്കര പവറാണ്. അത്രയും പവറും കഴിവുള്ള ആളെ ആരായിരിക്കും അറ്റാക്ക് ചെയ്തിരിക്കുക? അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത പൗളി അവനാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് ഷോക്കാവും. ഐസ്ബർഗിന്റെ റൂം അത് രാവിലെ തുറന്നു നോക്കുമ്പോൾ ശരീരത്തിൽ വലിയൊരു മുറിവുമായി രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഐസ്ബർഗിനെയാണ് ആൾക്കാർ കണ്ടത്. ഉടനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇപ്പൊ പൗളിയോട് എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാനായിട്ട് ആവശ്യപ്പെടും. മറ്റൊരു ഭാഗത്ത് ന്യൂസ് പേപ്പർ റിപ്പോർട്ടേഴ്സ് അവരെല്ലാവരും ഹെഡ് ക്വാർട്ടേഴ്സിന് മുൻപിൽ അങ്ങനെ കാവൽ നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഹിന്റ് ഒന്നും കിട്ടിയിട്ടില്ല. എങ്കിലും അവരുടെ ഭാവനയിൽ വരുന്ന എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഹോസ്പിറ്റൽ കാണിക്കും. ഡോക്ടർ പറയും, ഐസ്ബർഗിന്റെ പുറകിലുള്ള ആ ഒരു മുറിവ് അത് മാത്രമല്ല, അവന്റെ ബോഡിയിൽ ഒരുപാട് സ്ഥലത്ത് ബുള്ളറ്റ്സ് കണ്ടെത്തിയിട്ടുണ്ട്. അതെല്ലാം തന്നെ ഓപ്പറേഷനിലൂടെ പുറത്തെടുത്തു. കട്ട് ചെയ്ത ഫോറൻസിക് ഉദ്യോഗസ്ഥര് അവരാണെങ്കിൽ ആളുടെ വീട് മുഴുവൻ അരിച്ചു പെറുക്കും. പക്ഷെ ആരാണ് വന്നതെന്നോ ആരാണ് ഇതൊക്കെ ചെയ്തതെന്നോ യാതൊരു ക്ലൂവും അവർക്ക് ലഭിക്കില്ല. പക്ഷെ ഒരു മാസ്ക് മാത്രം അവർക്ക് അവിടുന്ന് കണ്ടെത്താൻ കഴിയും. കട്ട് ചെയ്താ ഇവിടെ ലൂഫി അവനാണെങ്കിൽ ആ ന്യൂസ് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ സത്യമാണോ പറയണേ? ആളെ ശരിക്കും അറ്റാക്ക് ചെയ്തോ? അതിന് നാമി പറയും, അതെ, ആളിപ്പോ വളരെ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലാണ്. ലൂഫി ആണെങ്കിൽ കൂടുതൽ വിവരം അറിയാൻ പുറത്തേക്ക് പോവും. അവന്റെ തൊട്ടു പിന്നാലെ നാമിയും. അതിനുശേഷം സാഞ്ചി അവൻ ചോപ്പറിനെയും കൂട്ടി റോബിനെ അന്വേഷിക്കാനായി പുറത്തേക്ക് പോവും. അതേസമയം സിറ്റിയിൽ ഈ ഒരു വാർത്ത കാട്ടുതീ പോലെ ആളി പടർന്നിരിക്കുകയാണ്. പക്ഷെ ന്യൂസ് പേപ്പറിലാണെങ്കിൽ കൾപ്രിറ്റിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷനും ഇല്ല. ഉടനെ ജനങ്ങള് ഒരു ഡിസ്കസ് ചെയ്യാൻ തുടങ്ങും. ഒരു പക്ഷേ ഇന്നലെ വന്ന ആ സ്റ്റാർ ഹാറ്റ് പൈററ്റും അവന്റെ ടീംസും ആയിരിക്കോ ഇതിന്റെ പിന്നില്? അപ്പൊ വേറൊരുത്തം പറയും, എനിക്ക് തോന്നുന്നത് ഇത് ഗവൺമെന്റ് ചെയ്ത കാര്യമാണെന്നാണ്. കാരണം അദ്ദേഹം ഒരുപാട് നാളായി ഗവൺമെന്റ് കൊടുത്ത ഓഫർ അത് നിരസിച്ച് അങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ വേറൊരു ടീം പറയും, ഞങ്ങൾക്ക് തോന്നുന്നത് ഇതിന്റെ പുറകെ ആ ഫ്രാങ്കിയ ടീം ആയിരിക്കുമെന്നാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ലൂഫി അവനാണെങ്കിൽ ആ സിറ്റി മുഴുവൻ ഓടി നടക്കുകയാണ്. ആ ടൈമിലായിരിക്കും സിറ്റി ഓഫ് വാട്ടറിലേക്ക് പോകുന്ന ആ ഒരു ട്രെയിൻ അതിപ്പോ തിരികെ അവിടേക്ക് എത്തുക. അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ട്രെയിനിന്റെ ഒരു കമ്പാർട്ട്മെന്റ് ഡോറ് അത് ഓപ്പൺ ആവും. പുറപ്പെട്ടു പോയ ആ ഒരു വില്ലൻ അവനിപ്പോ തിരികെ വന്നിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത പൗലി അവനിപ്പോ ഐസ്ബർഗിനെ കാണാൻ ആളുടെ അടുത്തേക്ക് വരും. അവർ രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടുന്നു എന്നറിഞ്ഞ് ഒരുപാട് മീഡിയാസ് അവിടെ മുഴുവൻ തടിച്ചുകൂടും. അതേസമയം ഇവിടെ നാമി അവൾ ആ സിറ്റി മുഴുവൻ നടന്ന് ലൂഫിയെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. നാമി ആണെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ ലൂഫിയുടെ കയ്യിൽ കൊടുക്കും. നാമി പറയും, നമുക്ക് എത്രയും പെട്ടെന്ന് ഐസ്ബർഗിനെ കാണണം, ആളിപ്പോ ആളുടെ വീട്ടിലുണ്ടാവുമെന്ന് പറഞ്ഞ് അവരൊരു ചെറിയ ബോട്ടില് അങ്ങനെ യാത്ര തുടങ്ങാണ്. അപ്പോഴായിരിക്കും ഉസോപ്പ് അവൻ അടികിട്ടി കിടന്ന ആ ഒരു സ്ഥലം
അതവരുടെ ശ്രദ്ധയിൽപ്പെടുക. നാമിക്കാണെങ്കിൽ ആ ഒരു സ്ഥലം അത് കാണുമ്പോൾ തന്നെ ഒരുപാട് വിഷമാവും. അവിടെ മുഴുവൻ ഇപ്പോഴും ഉസോപ്പിന്റെ രക്തക്കറകള് പോകാതെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. അവസാനമായിട്ട് അവൾ ഉസോപ്പിനെ മടിയിൽ വെച്ച് അവനെ ആശ്വസിപ്പിക്കുന്ന കാര്യം അവൾ ഓർക്കും. അപ്പോഴും അവന്റെ ഉള്ളില് അവൻ പണം നഷ്ടപ്പെടുത്തിയതിനെ കുറിച്ചുള്ള വേദന മാത്രമല്ല ഗോയിൻമറി കപ്പല് അതെങ്ങനെയെങ്കിലും റിപ്പയർ ചെയ്തെടുക്കണം എന്ന് മാത്രമാണ് അവൻ ചിന്തിച്ചത്. കട്ട് ചെയ്ത ഇപ്പൊ ഫ്രാങ്കി വില്ലൻ അവനിപ്പോ തിരിച്ച് വീണ്ടും സിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവന്റെ വീട് കണ്ട് ഷോക്കാവും. കാരണം നമ്മുടെ ആൾക്കാര് ആ വീട് ഓൾറെഡി തല്ലി പൊളിച്ചു കഴിഞ്ഞു. ആള് വണ്ടടിച്ച് ചുറ്റും നോക്കും, ഇതെങ്ങനെ സംഭവിച്ചു? ഫ്രാങ്കി ടീംസിനെ തകർത്ത് ഈ ഒരു വീട് അതാരാണ് ഈ രീതിയിലാക്കിയത്? ഇനി ഒരു പക്ഷേ നമുക്ക് വീട് മാറിപ്പോയോ? അതിനാളുടെ അസിസ്റ്റൻസ് പറയും, അല്ല, ഇത് തന്നെയാണ് നമ്മുടെ വീട്. നമ്മുടെ വീടിനെയും വീട്ടിലുള്ളവരെയും ആരോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രാങ്കി ആണെങ്കിൽ അവന്റെ ഫേസ് മാസ്ക് അത് വലിച്ചു താഴേക്കിടും. നോ എന്ന് പറഞ്ഞ് അലറിക്കാറി, എനിക്കറിയാം ഇത് ചെയ്തത് ആരാണെന്ന്. പക്ഷെ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ അവരെന്നോട് ഇത് ചെയ്യും. സ്ട്രോ ഹാറ്റ്, നീയും നിന്റെ ടീംസും ആണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയാം. വെറും 200 മില്യൺ ബെറീസ് അതെടുത്തതിനാണ് നീ എന്റെ അസിസ്റ്റൻസിനെ തല്ലിയത്. മാത്രമല്ല എന്റെ വീട് ഈ ഗതിയിലാക്കിയത്. ഒരു കാരണവശാലും നിന്നെ വിടില്ല എന്നാൾ വീണ്ടും നിലവിളിക്കും. ആ നിലവിളി കേട്ട് അടികെട്ടി വീണ് കിടക്കുന്ന ആളുടെ അസിസ്റ്റൻസ് അവര് കണ്ണു തുറക്കും. ഓ മാസ്റ്റർ, നിങ്ങൾ വന്നോ എന്നൊക്കെ ചോദിച്ച് അവരെല്ലാവരും ഓടി അവരുടെ മാസ്റ്റർ ഫ്രാങ്കിയുടെ അടുത്തേക്ക് വരും. അവരാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് നടന്ന എല്ലാ സംഭവങ്ങളും ഫ്രാങ്കിയോട് പറയും. അവര് പറയും, അവരിപ്പോ സിറ്റിയിലുള്ള ഒരു ഹോട്ടലിലാണ് താമസം. ഞങ്ങൾക്ക് അവരുടെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് അറിയാം. നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോയി അവരോട് റിവഞ്ച് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ട്രെയിൻ സിറ്റി കാണിക്കും. അവിടെയാണെങ്കിൽ ഭയങ്കര കാറ്റ്. ഉടനെ ആ ഗ്രാൻഡ്മ ആള് പറയും, എല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ വലിയ കാറ്റില് നിങ്ങൾ എല്ലാവരും പറന്നു പോകും. ആന്റി ടെററായിട്ട് പറയും, അക്വാ ലാഗൂൺ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത വാട്ടർ 7 കാണിക്കും. അവിടെയാണെങ്കിൽ വലിയ സൈറൻ മുഴങ്ങും. അവിടെയും വെതറിനെ കുറിച്ചുള്ള വാണിംഗ് കൊടുത്തുകൊണ്ടേയിരിക്കും. അക്വാ ലാഗൂൺ ഇന്ന് മിഡ് നൈറ്റ് ആവുമ്പോ വാട്ടർ 7 റീച്ച് ആവും. സോ എല്ലാവരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ജനങ്ങളെല്ലാവരും പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. എല്ലാവരും ജോലിയൊക്കെ നിർത്തിവെച്ച് അക്വാ ലാഗൂണെ കുറിച്ച് പരസ്പരം പറഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് ഓടുകയാണ്. സാഞ്ചിയും ചോപ്പറും അവർ രണ്ടുപേരും തെരുവിലൂടെ നടക്കുകയാണ്. അവർക്ക് മാത്രം അതെന്താണെന്ന് പിടികിട്ടില്ല. അപ്പൊ സാഞ്ചി അവൻ അടുത്ത് കണ്ട ഒരാളോട് കാര്യം തിരക്കും. അപ്പോഴായിരിക്കും ആള് പറയാ, അക്വാ ലാഗൂണ വലിയൊരു ചുഴലിക്കാറ്റാണ്. അത് കടലിലേക്ക് അടിച്ച് ശക്തിയായ തിരമാലയും കാറ്റും ഒക്കെ ഉണ്ടാവും. അതിൽ വലിയ വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കാറുണ്ട്. സോ ഗ്രാമത്തിലുള്ള എല്ലാവരും ഇത് വരുമ്പോ വളരെ ഹൈറ്റുള്ള സ്ഥലത്തേക്ക് മാറും. കാരണം ആ ഒരു വലിയ തിരമാലയിലും കാറ്റിലും ഈ ഒരു സിറ്റി മുഴുവനായിട്ടും മുങ്ങിപ്പോവും. അത് കേട്ട് നമ്മുടെ ചെക്കന്മാര് അവർ ഷോക്കാവും. അവൻ ക്യാഷ്വലായിട്ട് പറയും, ഇങ്ങനെ ടെൻഷൻ ആവാൻ ഒന്നുമില്ല, ഇതെല്ലാ വർഷവും സംഭവിക്കുന്നതാണ്. മിഡ് നൈറ്റ് വരെ നമുക്ക് സമയമുണ്ട്. അതിനുള്ളില് ഏറ്റവും ഹൈറ്റ്സിലേക്ക് കയറി രക്ഷപ്പെട്ടാൽ മതി. ഉടനെ ചോപ്പർ പറയും, അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് റോബിനെ കണ്ടുപിടിക്കണം. ഈ കാര്യം അവളോട് പറഞ്ഞ് അവളെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണമെന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഉഷാറായിട്ട് മുൻപോട്ട് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും ഐസ്ബർഗിന്റെ അടുത്തേക്ക് വന്ന് നിലവിളിച്ച് കരയാൻ തുടങ്ങും. ഐസ്ബർഗ്, നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾ എന്താണ് പുറത്തേക്ക് വരാത്തത്? അപ്പൊ കറക്റ്റ് സമയത്ത് നാമിയും ലൂഫിയും അവർ രണ്ടുപേരും അവിടേക്ക് എത്തും. അവർ ചോദിക്കും, ഐസ്ബർഗിനെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിനൊരാള് പറയും, ഇല്ല, ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ കാത്താണ് പുറത്ത് നിൽക്കുന്നത്. അപ്പോഴായിരിക്കും ആ ഫ്രാങ്കി വില്ലൻ അവൻ അവിടേക്ക് വരിക. വലിയൊരു മ്യൂസിക് ഒക്കെ വെച്ച് അവൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അത് കണ്ട് ചുറ്റും കൂടിയിരുന്ന ജനങ്ങള് അവര് പേടിച്ച് അവിടുന്ന് മാറാൻ തുടങ്ങും. അതിൽ കുറച്ച് ജനങ്ങള് ഇപ്പൊ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവന്റെ അടുത്തേക്ക് ഓടും. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാതെ അങ്ങനെ നിൽക്കും. ഫ്രാങ്കി ഇപ്പോ ലൂഫിയുടെ പേര് വിളിച്ച് നിലവിളിക്കാൻ തുടങ്ങും. അത് കേട്ട് ലൂഫി അവൻ ഷോക്കാവും. അവന്റെ ആ ഒരു നിലവിളിയില് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെല്ലാവരും പരിഭ്രാന്തരായി എവിടേക്ക് ഓടിപ്പോവും. ഫ്രാങ്കി ആണെങ്കിൽ കറക്റ്റായിട്ട് ഇപ്പൊ ലൂഫിയെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. നിന്റെ കഥ അതെന്റെ കൈകൊണ്ട് തീരാൻ പോവാണെന്ന് പറഞ്ഞ് അവൻ ഫുൾ കലിപ്പില് അങ്ങനെ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.